എൻ്റെ നാട്ടിൽ ചെറിയൊരു ബേക്കിംഗ് ക്ലാസ് വന്നു. ഒരു ഹോം ബേക്കറുടെ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പം അതിന് എൻ്റെ വൈഫ് എന്നെ ആദ്യമായിട്ട് നിർബന്ധിച്ചിട്ടാണ് എന്നെ ക്ലാസ്സിന് കൊണ്ടുപോയത്. ഓക്കെ. എനിക്ക് ആ സമയം വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായില്ല. ഓക്കെ. ആ ക്ലാസ്സിന് പോയി വന്ന് പിന്നെ അതിൻ്റെ പരീക്ഷണങ്ങളൊക്കെ ആയി. അന്ന് തുടങ്ങിയതാണ്, ഞാൻ നിർത്തിയിട്ടില്ല. ഈ അങ്ങനെയാണോ മകൻ്റെ കോളേജിൽ തന്നെ അഡ്മിഷൻ എടുക്കുന്നത്? അങ്ങനെ ഞാൻ പിന്നെ ഡെയിലി ഓരോ പരീക്ഷണങ്ങൾ നടത്തും. ആ ക്ലാസ്സിന് ഉണ്ടായിരുന്നതും പിന്നെ അതിനുശേഷം വീണ്ടും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു. കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങി. ഫ്രണ്ട്സ് എന്നോട് വാങ്ങിക്കാൻ തുടങ്ങി. പിന്നെ ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സ്, അവരുടെ ഫാമിലി, അങ്ങനെ ഇങ്ങനെ പോയി. കുറച്ച് നാൾ ചെയ്തപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ഇൻസ്റ്റാഗ്രാമും പേജിൽ പോസ്റ്റ് ചെയ്യുമല്ലോ. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോസൊക്കെ നോക്കുമ്പോൾ എനിക്ക് തന്നെ സ്വയം തോന്നി എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ് ഞാനും ചെയ്യുന്നത്. എല്ലാ ബേക്കേഴ്സും ഹോം ബേക്കേഴ്സും ചെയ്യുന്നുണ്ട്, അത് തന്നെ ഞാനും ചെയ്യുന്നു. ഒന്നും വ്യത്യസ്തമായിട്ടൊന്നുമില്ല, പുതിയതായിട്ടൊന്നുമില്ല. ടേസ്റ്റും ഒക്കെ എല്ലാവരും വ്യത്യസ്തമായ ടേസ്റ്റിൽ ചെയ്യുന്നുണ്ട്. അത് എത്ര ബെറ്റർ ആക്കാൻ പറ്റും എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതല്ലാതെ പുതിയതായിട്ടൊന്നുമില്ല. എനിക്ക് കൂടുതൽ ഒന്നുകൂടി പഠിക്കണം എന്ന് തോന്നി. അപ്പോൾ പിന്നെ കൊച്ചിയിൽ ആദ്യം ഒരു ക്ലാസ്സിന് പോയി, വീണ്ടും ഒരാഴ്ചത്തെ ക്ലാസ്സിന് പോയി. തിരിച്ചു വന്നിട്ട് വീണ്ടും ഞാൻ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എൻ്റെ ഒരു മാറ്റം വന്നു. പേജിലെടുത്ത് കുറച്ചും കൂടി മറ്റുള്ളവരെക്കാളും നമുക്കത് ഉണ്ടാവുമല്ലോ എന്തായാലും, എല്ലാവരും ചെയ്യുന്നതിനേക്കാളും കുറച്ച് ചെയ്യാൻ പറ്റണം എന്നുള്ളത്. കുറച്ചൊരു മാറ്റം വന്നു. പിന്നെ എനിക്ക് മനസ്സിലായി അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം എന്നുള്ളത് കാര്യമില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഓരോ വർഷവും ഇതുമാതിരി ക്ലാസ് എവിടെ വന്നു കഴിഞ്ഞാലും ഒരു 1 വീക്കോ 2 വീക്കോ പോയി നിന്നിട്ട് പഠിച്ചിട്ട് വരും. അതൊക്കെ പഠിച്ചതൊക്കെ കേക്ക് ഡിസൈനിങ് ആയിരുന്നു. ഫ്ലേവേഴ്സ് ഓൾറെഡി എനിക്കറിയാം ചെയ്യാൻ. പഠിച്ചതൊക്കെ കേക്ക് ഡിസൈൻ ആയിരുന്നു. അപ്പോൾ അത് ഒന്നും കൂടി നല്ല ബെറ്ററായിട്ട് വന്നപ്പോൾ പിന്നെ വീണ്ടും എനിക്കൊരു ഡൗട്ട് വന്നു. അതായത് എന്നാലും എന്തോ ഒരു പോരായ്മ, നമുക്കൊരു സ്വയം ഫീൽ ചെയ്യില്ലേ, സാറ്റിസ്ഫാക്ഷൻ ലെവലിലേക്ക് വരുന്നില്ല, എന്തോ ഒരു പോരായ്മ എനിക്ക് ഫീൽ ചെയ്തു, ഒരു കംപ്ലീറ്റ് ആവാത്ത പോലെ. ഞാൻ മകനോട് സംസാരിച്ചു ഇതിനെക്കുറിച്ചിട്ട്. എനിക്ക് കംപ്ലീറ്റ് ബേക്കറാവണം, എല്ലാം പഠിക്കണം, അതായത് ഷെഫാവണം. മകനോട് പറഞ്ഞപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഒരുപാട് ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന കുറേ അക്കാഡമിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടു. ആ സമയം അവരൊക്കെ വലിയ ഫീസ് പറഞ്ഞു. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് അത്രയും ഫീസ് കൊടുക്കാൻ പറ്റില്ല, അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവന് പിന്നെ BSc MLT പഠിക്കുന്ന സമയമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് അവൻ്റെ അടുക്ക് ബ്ലഡ് എടുക്കാൻ വന്നതാണ് ഷെഫ്. അവൻ്റെ കോളേജിൽ തന്നെയുള്ള അവിടെ പഠിപ്പിക്കുന്നുണ്ടായ ഒരു ഹെഡ് ഷെഫ് ബ്ലഡ് എടുക്കാൻ വന്നപ്പോൾ അവനിങ്ങനെ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞു, പരിചയപ്പെട്ടപ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് എന്നുള്ളത് പറഞ്ഞു. പിന്നെ അപ്പോൾ ഷെഫ് പറഞ്ഞു അങ്ങനെ അത്രയും ആഗ്രഹം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറ, നമുക്ക് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ട്രെയിനിങ് കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ നല്ല ഹാർഡ് വർക്ക് ഉണ്ടാവും. അങ്ങനെയാണ് ഞാൻ അവൻ പഠിക്കുന്ന കോളേജിലോട്ട് പോകുന്നു. ഒരു കംപ്ലീറ്റ് ബേക്കർ ആവാൻ വേണ്ടി മകൻ്റെ കോളേജിൽ അഡ്മിഷൻ പോയി. അവൻ ബോയ്സ് ഹോസ്റ്റലിൽ, ലേഡീസ് ഹോസ്റ്റലിൽ. ആദ്യമൊക്കെ ഒരു ചമ്മലുണ്ടായിരുന്നു ക്യാമ്പസിനകത്തോട്ട് കയറുമ്പം, അവൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവില്ല. പക്ഷെ പിന്നീട് അവൻ്റെ തന്നെ ഫ്രണ്ട്സ് എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ പോലെയായി. മകൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ് ഉമ്മയുടെ ഫ്രണ്ട്സ് ആയിട്ട് മാറി. അങ്ങനെയായില്ലേ. സോ മകൻ്റെ അടുത്ത് അവിടെ കോളേജ് ആവുന്ന സമയത്ത് യങ്സ്റ്റേഴ്സിന് ഉണ്ടാവുന്ന ഒരുപാട് കാര്യങ്ങളെല്ലാം അപ് ടു ടൈം അറിയുന്നുണ്ടായിരുന്നു. ഒരുപാട് രസകരമായ, അത് വളരെ രസകരമായൊരു അനുഭവമായിരുന്നു. അതെ അതെ അതെ. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം അതായത് സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്ത സമയത്താണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കുന്നത്. അതെ അതെ, നമുക്ക് സ്വയം തോന്നുമല്ലോ എല്ലാവരും ചെയ്യുന്നതേ ഞാൻ ചെയ്യുന്നുള്ളൂ, അതിൽ കൂടുതലൊന്നുമില്ല. കേക്ക് ചെയ്യുന്നു, കേക്കിന് എത്ര ടേസ്റ്റി ആക്കാൻ പറ്റും എന്നെ കൊണ്ട് സാധിക്കും. ഡിസൈനിങ്ങും സാധിക്കും. ഡിസൈനിങ്ങും ഞാൻ കുറേയൊക്കെ പഠിച്ചു. ഒരുവിധം എങ്ങനെ 1 വർഷം 3-4 ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്യും. എവിടെ ഉണ്ടെങ്കിലും പോകും, എത്ര ദൂരെയാണെങ്കിലും പോകും. അത് ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് കേക്ക് ക്ലാസ്സിന് പോയി വന്നത് അന്ന് തൊട്ടിട്ട് ഡെയിലി എനിക്ക് തോന്നുന്നു 2 മണി 3 മണിയൊക്കെ ആവും ഞാൻ ഉറങ്ങാൻ. കുട്ടികൾ പറയും എന്താ ഇങ്ങനെയെന്ന് പറയും. അപ്പോൾ
എനിക്കിത് ശരിക്കും തലക്ക് പിടിച്ചു എന്ന് പറയാം. പാഷനേറ്റ് ആയി ഭയങ്കരമായിട്ട് അതിങ്ങനെ മനസ്സിൽ കയറി. പിന്നെ ആരെന്ത് പറഞ്ഞ് കഴിഞ്ഞാലും ക്ലാസ്സിന് പോകുന്ന പറയും, എത്ര ക്ലാസ്സിനാണ് പോവുക ഡെയിലി, വർഷത്തിൽ എത്ര ക്ലാസ്സിനാണ് പോകുന്നത്, പഠിച്ചില്ലേ, ഇത്രയും പഠിച്ചില്ലേ, ഇനി എന്താ പഠിക്കണ്ടേ എന്ന് ചോദിക്കും. എന്നാലും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരില്ല, കംപ്ലീറ്റ് ആവാത്തൊരു ഫീലായിരുന്നു. ഒരു കംപ്ലീറ്റ് ബേക്കർ ആവാൻ നമ്മൾ അങ്ങനെ മകൻ്റെ കോളേജിൽ അഡ്മിഷൻ എടുത്തു. അത് കഴിഞ്ഞു. ഇത് എപ്പോഴാണ് പഠിച്ചിറങ്ങുന്നത്? ഏകദേശം 6 to 7 months അവിടെ വർക്ക് ചെയ്തു. സോ ഈ ഒരു ഏജിൽ പഠിക്കാൻ പോവാണ്, കുടുംബമുണ്ട്, എല്ലാം കൂടെ എങ്ങനെ നിങ്ങൾ മാനേജ് ചെയ്ത്? ആസ് എ വുമൺ ഐ എം വെരി ക്യൂരിയസ് ടു നോ അബൌട്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരെയും സന്തോഷിപ്പിച്ചിട്ടെല്ലാം ചെയ്യാൻ പറ്റില്ലല്ലോ. അതെ, എല്ലാവരെയും സന്തോഷിപ്പിച്ച് നമുക്കൊന്നും ചെയ്യാൻ അപ്പോൾ ആർക്കും ഇഷ്ടമുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ആർക്കും ഇഷ്ടമുണ്ടായിരുന്നില്ല. പിന്നെ കുട്ടികൾ അവരൊക്കെ ഫാമിലിയിൽ വളരെ ക്ലോസ് ആയിട്ടുള്ളവർ കുഴപ്പമില്ല. ഓക്കെ. എൻ്റെ ഒരു പാഷൻ അറിയാമല്ലോ അവർക്ക്. ഫാമിലിയിൽ കുറച്ച് പേരൊക്കെ ഓക്കെ ആയിരുന്നു. പിന്നെ ഞാൻ അവിടെ ക്ലാസ്സിന് പോയ ടൈമിൽ കുറേയൊക്കെ മൊബൈൽ യൂസ് ചെയ്യുന്നതൊക്കെ നിർത്തി. പിന്നെ എല്ലാവരും വിളിച്ചിട്ട് ചോദിക്കുമല്ലോ, അതെ എന്തായി, പിന്നെ എന്തിനാണ് അങ്ങനെ പോയത് എന്നുള്ള ചോദ്യങ്ങൾ ഒരുപാട് വരും. പിന്നെ എനിക്ക് തോന്നുന്നത് ഒരു റംസാൻ ടൈമിലുമാണ് ഞാൻ പോകുന്നത്. പ്രത്യേകിച്ച് പറയണ്ടല്ലോ, വളരെ പ്രൈവറ്റ് ആക്കി വെച്ചു, അധികം ആരിലേക്കും ആരോടും പറഞ്ഞില്ല. ആ ഗ്രോയിങ് ടൈം ആ ഒരു സമയം ഞാൻ എല്ലാവരുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ കുറച്ചു. കാരണം എനിക്കിത് കംപ്ലീറ്റ് ആക്കണം. അതെ. അപ്പം വേറെ എന്തെങ്കിലും ഒരു പ്രഷർ വരുമ്പം എൻ്റെ മറ്റുള്ള ക്ലാസ്സിലുള്ളത് വർക്കിലുള്ള ശ്രദ്ധ കുറഞ്ഞു കിട്ടും. അതുകൊണ്ട് ഞാൻ കുറച്ച് നാൾ എല്ലാവരുമായിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ കുറച്ചു. ഇതൊക്കെ കോളേജിൽ അഡ്മിഷൻ ഒക്കെ എടുത്തിരുന്ന മകൻ തന്നെയാണോ? അതെ, മകനാണ്. സന്തോഷമല്ലേ ആ കാര്യത്തിൽ? വളരെ ബ്ലെസ്ഡ് ടു ഹാവ് എ സൺ ലൈക്ക് ഹിം, റൈറ്റ്? നിങ്ങൾ പഠിച്ചിറങ്ങുന്നത് അവിടുന്ന് ഒരു 6 to 6 months ഓക്കെ, 6 മാസം കഴിഞ്ഞിട്ട് പഠിച്ചിറങ്ങി വീട്ടിലെത്തി. വീണ്ടും കുറച്ച് നാൾ പരീക്ഷണങ്ങളൊക്കെ ആയി. അതിനുശേഷമാണ് ഞാനൊരു 1 month 1 or 2 monthsന് ശേഷമാണ് ഞാൻ ദുബായിലോട്ട് വരുന്നത്. പഠിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ വേറൊരു ലക്ഷ്യം കൂടിയായി, സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങണം. പക്ഷെ അത് ദുബായ് ആയിരുന്നില്ല ആദ്യം പ്ലാൻ ചെയ്ത്, നാട്ടിൽ തന്നെ ചെയ്യാനായിരുന്നു. അതായത് ഒരു ഷോപ്പ്, അത്രയാണ് കേട്ടോ ഞാൻ ആദ്യം ഉദ്ദേശിച്ചത്. ഒരു ഷോപ്പ് തുടങ്ങണം നാട്ടിൽ തന്നെ. പിന്നെ മാറ്റി, ദുബായിൽ നിന്നുള്ള ഒരിലേക്ക് വന്നു. ആ ഒരു ടൈമിൽ ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്ന എൻ്റെ കേക്കിൻ്റെ ഫോട്ടോസ് ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് കുറേ എൻക്വയറി വന്നിരുന്നു ഇവിടുന്ന്. 1-2 കമ്പനിയിൽ നിന്നൊക്കെ വിളിച്ചു. അപ്പോൾ പോകണോ വേണ്ടോ എന്നുള്ളൊരു ഡബിൾ മൈൻഡിലായിരുന്നു. ഓക്കെ. അങ്ങനെ ദുബായ് മാർക്കറ്റ് സ്വപ്നം കണ്ടിട്ടില്ല? ഇല്ല, ആദ്യം ദുബായ് മാർക്കറ്റിനെ കുറിച്ചിട്ട് ആലോചിച്ചിട്ടില്ല. ഓക്കെ. പിന്നെയാണ് ഇങ്ങോട്ട് വരുന്നതും ഇവിടെ സ്റ്റാർട്ട് ചെയ്തതും. ഒരു 6 മാസം ഉണ്ടായിരുന്നു. പിന്നെ ചെറിയൊരു ബ്രേക്ക് എടുക്കേണ്ടി വന്നു.